നമുക്ക് തുടങ്ങാം അല്ലേ? ഉള്ള ശബ്ദത്തിനിടയിൽ നൗഫലെ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ആകെയുള്ള 249 മത്സരങ്ങളിൽ 198 എണ്ണം പൂർത്തിയായി കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മത്സരങ്ങളെല്ലാം പൂർത്തിയാകുന്ന രീതിയിലാണ് ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഉച്ചതിരിഞ്ഞ് 3:30-ക്ക് അപ്പീലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കും. 4 മണിയോടെ സ്വർണ്ണക്കപ്പ് വേദിയിലെത്തി കൊണ്ടുവരും. കലോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളും അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. സമാപന സമ്മേളനം വൈകിട്ട് കൃത്യം 5 മണിക്ക് തന്നെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരങ്ങളായ ശ്രീ ആസിഫ് അലി, ശ്രീ ടോവിനോ തോമസ് എന്നിവർ മുഖ്യാതിഥികളായി എത്തും. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷനാകും. കലോത്സവ സ്വർണ്ണക്കപ്പ് വിതരണവും 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെയും മാധ്യമ പുരസ്കാര വിതരണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർവഹിക്കും. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തും. മന്ത്രിമാരായ KN ബാലഗോപാൽ, K കൃഷ്ണൻകുട്ടി, രാമേന്ദ്രൻ കടന്നപ്പള്ളി, KB ഗണേഷ് കുമാർ, VN വാസവൻ, PA മുഹമ്മദ് റിയാസ്, MB രാജേഷ്, V പ്രസാദ്, സജി ചെറിയാൻ, ഡോക്ടർ R ബിന്ദു, ശ്രീമതി J ചിഞ്ചിറാണി, ശ്രീ OR കേളു, V അബ്ദുൾ റഹ്മാൻ എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. MLA മാരും കലോത്സവത്തിന്റെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരുമായ ശ്രീ ആന്റണി രാജു, K അൻസലൻ, G സ്റ്റീഫൻ, ശ്രീമതി OS അംബിക, V ശശി, DK മുരളി, CK ഖരീന്ദ്രൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചെറിയങ്കഴി ശ്രീകണ്ഠൻ നായരെ സമാപന സമ്മേളനത്തിൽ പൊന്നാട അണിയിച്ച് ആദരിക്കും. അതിന് ആരോഗ്യ പ്രശ്നമുണ്ട്, വന്ന് സ്വർണ്ണക്കപ്പ് തൊട്ടിട്ട് അങ്ങ് പോകണമെന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പാചകരംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പഴയുടെ മോഹനൻ നമ്പൂതിരി കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച ഹരിതകർമ്മസേന, പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് തുടങ്ങിയവരെയും ആദരിക്കും. കലോത്സവത്തിന്റെ ഭാഗമായി പുത്തരിക്കണ്ട മൈതാനത്ത് സംഘടിപ്പിച്ച ഫോട്ടോ എക്സിബിഷൻ വിജയികൾക്കും പുരസ്കാരം നൽകും. കൊച്ചിയിൽ ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന സ്കൂൾ കായികമേളയിലെ മികച്ച വാർത്താ ചിത്രങ്ങളും ലേഔട്ടുകളും പ്രേക്ഷകർ തെരഞ്ഞെടുത്ത പ്രകാരമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വളരെ വ്യാപകമായ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. പബ്ലിസിറ്റി കമ്മിറ്റിക്ക് വേണ്ടി SIET സംഘടിപ്പിച്ച റീൽസ് ഉത്സവത്തിൽ 2000-ൽ റീൽസ് സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ഈ വിഭാഗത്തിൽ 5 സ്കൂളുകൾക്ക് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. 1ാം സ്ഥാനം SVDPM ഗവൺമെന്റ് UPS കുറവങ്കോണം തിരുവനന്തപുരം ജില്ല. 2ാം സ്ഥാനം ഗവൺമെന്റ് LPS നടുവരെ മുറി ശൂർനാട് നോർത്ത് കൊല്ലം ജില്ല. 3ാം സമ്മാനം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ തിരുവനന്തപുരം ജില്ല. 4ാം സമ്മാനം നിർമ്മല ഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ കവടിയാർ തിരുവനന്തപുരം ജില്ല. 5ാം സ്ഥാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല സൗത്ത് ആലപ്പുഴ ജില്ല. പല ഇനങ്ങളിലായി 78ഓളം പുരസ്കാരങ്ങളാണ് നൽകുന്നത്. 117.5 പവനുള്ള സ്വർണ്ണക്കപ്പിന്റെ അവകാശികളാവാൻ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഇന്ന് 3 മണിവരെയുള്ള റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയും തൃശൂർ ജില്ലയും ഒപ്പത്തിനൊപ്പമാണ്. 2 ജില്ലകളും 786 പോയിന്റുകളോടെ 1ാം സ്ഥാനത്തുണ്ട്.
4 പോയിന്റുകളോടെ കോഴിക്കോട് ജില്ല തൊട്ട് പിന്നിലുണ്ട്. മേഖലയിൽ ഇതുവരെ 331 അപ്പീലുകളാണ് ലഭിച്ചത്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്ന് പറയാം. വിധി നിർണയത്തിലും മറ്റും സ്വീകരിച്ച കർശനമായ നടപടികളുടെ ഫലമാണിത്. മത്സരഫലങ്ങൾ തത്സമയം ഓൺലൈനായും മൊബൈൽ ആപ്പിലൂടെയും അറിയിക്കാൻ കൈറ്റ് വിക്ടേഴ്സ് ഒരുക്കിയ സംവിധാനങ്ങൾ മത്സരാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും ഏറെ ഗുണപരമായി എന്ന് അറിയാൻ കഴിഞ്ഞു. മത്സരഫലങ്ങളെക്കുറിച്ചുള്ള പരാതികളോ വിവാദങ്ങളോ ഒന്നും ഉണ്ടാകാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. 16,000-ഓളം വരുന്ന മത്സരാർത്ഥികൾക്കാണ് ട്രോഫികൾ വിതരണം ചെയ്തത്. ചരിത്രത്തിലാദ്യമായി ദേശീയ കലകൾ മത്സര ഇനങ്ങളാക്കിയ കലോത്സവം എന്ന പ്രത്യേകത കൂടി ഈ കലോത്സവത്തിന് ഉണ്ട്. നിശാഗന്ധിയിൽ നടത്തിയ ഈ മത്സരങ്ങൾ ഏറെ ജനപ്രീതി നേടിയിരുന്നു. ഇത്തരത്തിൽ അന്യം നിൽക്കുന്ന തദ്ദേശീയ കലകൾക്ക് ഈ വചനോത്സവം ഇനിയും വേദിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. എല്ലാ മേഖലയിലും പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിൽ സംഘാടന പാടവം കാണാൻ ഇടയായി. ഒരിടത്തും ഒരു തരത്തിലുള്ള അപസ്വരങ്ങൾ ഉണ്ടായിട്ടില്ലെന്നത് ഈ മേളയുടെ പ്രത്യേകതയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 10,000-കണക്കിന് ആളുകളാണ് വിവിധ വേദികളിലെത്തിയത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നഗരവാസികൾ വേദികളിലെത്തി കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകി. എല്ലാ കമ്മിറ്റികളും മികച്ച രീതിയിലാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. യാതൊരു പരാതിയോ തിരക്കോ അനുഭവപ്പെടാത്ത എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം നൽകിയ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. രാത്രിയേറെ വൈകി 1 മണിവരെ ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചവരെ ഏകദേശം 1.25 ലക്ഷം പേരാണ് പുത്തരിക്കണ്ട ഭക്ഷണശാലയിൽ വന്ന് ഭക്ഷണം കഴിച്ചത്. വളരെ മികച്ച പിന്തുണ മാധ്യമങ്ങൾ കലോത്സവത്തിന് നൽകിയിട്ടുണ്ട്. അവരോട് ഞാൻ ഞങ്ങൾ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുകയാണ്. അവർക്കും പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. മറ്റൊന്നും പറയാനില്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നിർത്തിയ ഈ കലോത്സവത്തിന്റെ വിജയത്തിൽ വളരെ നല്ല പിന്തുണയാണ് മാധ്യമങ്ങൾ വഹിച്ചത്. തലസ്ഥാനത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളിലും, വിശേഷിച്ചും ഈസ്റ്റ് പോർട്ടിലെ ഭക്ഷണപ്പുരയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1 ലക്ഷത്തിലധികം ആളുകൾ, കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾ വന്നു കൂടുന്ന ഒരു കേന്ദ്രമെന്ന നിലയിൽ നമ്മുടെ പോലീസിന്റെയും വോളണ്ടിയർമാരുടെയും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ, ഒരു തിരക്കും ഒരു തടസ്സവും ഇല്ലാതെ സുഗമമായി നമുക്ക് കഴിഞ്ഞ 4 ദിവസം അവിടെ ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അവർക്കും പ്രത്യേകം ഈ അവസരം നന്ദി പറയുകയാണ്. പൊതുവിൽ നന്നായി വിജയകരമായി നമുക്ക് ഈ കലോത്സവത്തിന്റെ എല്ലാ വേദികളിലും നടത്തി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും 2 മന്ത്രിമാരെ സൂചിപ്പിച്ചെങ്കിലും ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സാധാരണ നമ്മുടെ ഈ സമാപന ദിവസം സ്വർണ്ണക്കപ്പുകൾ വിതരണം ചെയ്യുമ്പോൾ, സ്വർണ്ണക്കപ്പും മറ്റ് ട്രോഫികളും വിതരണം ചെയ്യുമ്പോൾ സ്റ്റേജിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും GRL മിനിസ്റ്ററുടെയും സാന്നിധ്യത്തിൽ ജില്ലാ മാനേജർമാരുടെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സ്കൂളുകൾക്കും അതുപോലെ തന്നെ ജില്ലകൾക്കും അവാർഡുകൾ ഏറ്റുവാങ്ങാൻ വരുമ്പോൾ 1, 2, 3 സ്ഥാനങ്ങൾ കിട്ടിയവർക്ക് പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേകമായ 10 പേർക്ക് മാത്രമേ ഒരു ജില്ലയിൽ നിന്നോ ഒരു സ്കൂളിൽ നിന്നോ സ്റ്റേജിൽ കയറി സമ്മാനം മേടിക്കാൻ കഴിയുകയുള്ളൂ. 10 കുട്ടികളും 2 അധ്യാപകരും. വിദ്യാർത്ഥികൾ 8 വിദ്യാർത്ഥികളും 2 അധ്യാപകരും. ഈ 10 പേർക്ക് പ്രത്യേകമായ ഐഡന്റിറ്റി കാർഡ് നേരത്തെ ഇഷ്യൂ ചെയ്യും. അവർക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടി സമ്മാനം വാങ്ങിച്ചതിന് ശേഷം താഴെ വന്നിറങ്ങി എല്ലാവരുമായിട്ട് ഒരുമിച്ച് നിന്ന് ആഘോഷിക്കാം.
പക്ഷെ സ്റ്റേജിൽ നമ്മൾ അനിയന്ത്രിതമായിട്ട് എല്ലാവരും കൂടെ കയറി വന്നാലുണ്ടാകുന്ന ബഹളം നമ്മളെല്ലാ ഈ അവാർഡ് വിതരണ ട്രോഫി അവാർഡ് വിതരണം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്. അത് ഒഴിവാക്കാൻ ഇങ്ങനെ ക്രമീകരണം ഇന്നുകൂടി യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. വാഹനങ്ങൾ നാളെ വൈകുന്നേരം സമാപന സമ്മേളനത്തിന് മന്ത്രിമാർ വരുന്ന വാഹനങ്ങൾ ഒഴികെയുള്ള MLA മാർ അതുപോലെയുള്ള സ്റ്റേജിലേക്ക് പിന്നെ മാധ്യമങ്ങളുടെ വാഹനങ്ങൾ ഓഫ് കോഴ്സ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അതല്ലാതെയുള്ള വാഹനങ്ങൾ ഈ ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കലോത്സവം 4 ദിവസം പിന്നിട്ടു. അപ്പോൾ എത്ര അപ്പീലാണ് നമുക്ക് ഇതുവരെ കിട്ടിയെന്നുള്ളൊരു കണക്ക് എടുത്തിട്ടുണ്ടോ? അപ്പീലുകളുടെ എണ്ണം എത്രയാണ് ഇതുവരെ കിട്ടിയെന്നുള്ളത്? ഹയർ അപ്പീല് 70 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആ 70 എണ്ണം കിട്ടിയതും ഇന്ന് രാവിലെ കിട്ടിയ കണക്കാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ കിട്ടിയ കണക്ക് ഇപ്പം വൈകുന്നേരം 5 മണി കഴിഞ്ഞതിന് ശേഷം പോയി സെറ്റിംഗ് നടത്തുമ്പോഴാണ് കിട്ടുന്നത്. രാവിലെ മിനിസ്റ്ററുടെ ഒരു ബൈറ്റ് കണ്ടിരുന്നു. അതായത് നമ്മുടെ ഈ 2 സ്കൂളുകൾക്കെല്ലാം നടപടി എടുത്തിരുന്നു. ആ സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തുമെന്ന് പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? രാവിലെ ഞാൻ പറഞ്ഞത് തന്നെ നമുക്ക് ആ റീൽസിന് ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് കൊടുക്കാം. റീൽ മത്സരത്തിൽ സമ്മാനാർഹമായ സ്കൂളുകൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് അടുത്തായി നടക്കാൻ പോകുന്നത്. 1ാം സമ്മാനം കിട്ടിയിട്ടുള്ള സ്കൂള് SPTPM ഗവൺമെന്റ് UPS കുറവൻകോണം തിരുവനന്തപുരം. ബഹുമാനപ്പെട്ട GR അനിൽ മിനിസ്റ്റർ ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നു. സ്കൂളിനെ പ്രതിനിധീകരിച്ച് ടീച്ചർ അത് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ടാം സ്ഥാനം ഗവൺമെന്റ് LPS നടുവിലെ മുറി ശൂരനാട് നോർത്ത്. സ്കൂളിനെ പ്രതിനിധീകരിച്ച് ബാലപ്രതിഭ ഭവികാലക്ഷ്മിയും സ്കൂൾ അധികൃതരും ട്രോഫി ഏറ്റുവാങ്ങുന്നു. മൂന്നാം സ്ഥാനം GGHSS കോട്ടൺ ഹിൽ തിരുവനന്തപുരം. നാലാം സ്ഥാനം നിർമ്മല ഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ കവടിയാർ തിരുവനന്തപുരം. അഞ്ചാം സ്ഥാനം ലഭിച്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തലയ്ക്ക് വേണ്ടി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അശോക് കുമാർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. താങ്ക് യു. സ്കൂളിന്റെ സമ്മാനം കൊടുക്കാൻ പോകുന്നുണ്ട്.